അടി ലൈവില് പൊരിഞ്ഞടി നമ്മുടെ ഒനിയിലും ആരാണ് റെനയും തമ്മില് കണ്ടന്റുമായും എവിടെ നോക്കിയാലും കണ്ടന്റ് ആണ്. ആ കണ്ടന്റിൽ ഹെൽത്തി ആണോ വാലിഡ് ആണോ എന്നൊന്നും ആരും നോക്കുന്നില്ല. ആക്ച്വലി ഇന്ന് കാലത്ത് ആലു പൊറോട്ട മൈ ഫേവറേറ്റ് ആണ്. ആലു പൊറോട്ട പൊന്നുവിന്റെ ഫേവറേറ്റ് ആണ്. നിങ്ങളുടെ ഫേവറേറ്റ് ആണോ ആലു പൊറോട്ട? എനിക്ക് ഭയങ്കര ഒരു ഇഷ്ടമാണ് ആലു പൊറോട്ട. ഇവിടെ പഞ്ചാബി താപ്പയുണ്ട്, അപ്പോൾ അവിടുത്തെ ആലു പൊറോട്ട അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് മാറ്ററിലോട്ട് വരാം. ആലു പൊറോട്ട ഉണ്ടാക്കുന്നതിന്റെ കാര്യത്തെ പറ്റി സംസാരിച്ചു. അതിനുള്ള ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ ബിഗ് ബോസ് സെറ്റ് ചെയ്ത് തന്നു. അപ്പോൾ അതിന്റെ ഇടയിൽ കണ്ടന്റ് വേണമല്ലോ, കണ്ടന്റ് ഉണ്ടെങ്കിലല്ലേ പിടിച്ചിരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ റീന ഫാത്തിമ പോയിട്ട് ചൊറിയുന്നുണ്ട്, ഉപ്പില്ല അതില്ല മറ്റേ ഇല്ല മറിച്ചില്ല എനിക്കും കുക്ക് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട്. സാബുവും ഒനിയിലും റെനയും തമ്മിലുള്ള ഒരു അടിയാണ് അത്. അപ്പം ആക്ച്വലി ഇതില് ക്യാപ്റ്റനാണ് തീരുമാനിക്കുന്നത് ടീംസിനെ, കിച്ചൺ ടീം ബാത്റൂം ടീം ഒക്കെ. ബാത്റൂം ടീമിന് ആളെ വേണമെങ്കിൽ ബാത്റൂം ടീം വിളിക്കും. അതുപോലെ കിച്ചൺ ടീമിൽ കിച്ചൺ ടീമാണ് ഡിസൈഡ് ചെയ്യുന്നത്. അപ്പൊ ക്യാപ്റ്റനോ കിച്ചൺ ടീമിനോ ബിഗ് ബോസിനോ പറയാം ഓക്കെ വന്ന് ചെയ്തോ എന്നുള്ളത്. അല്ലാതെ കയറി ചെന്ന് അങ്ങോട്ട് എനിക്ക് ചെയ്യണം എന്ന്, എനിക്ക് കുക്ക് ചെയ്യണം എന്നൊന്നും പറയാൻ പറ്റില്ല. ഇത് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടൊന്നുമല്ല, കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് റെന ചെന്നത്. റെന ഫാത്തിമ ഒന്ന് ചൊറിഞ്ഞപ്പോ ഒനിയിൽ കയറി മാന്തി. അതാണ് ആക്ച്വലി ഉണ്ടായത്. പുഴു എന്നുള്ള വിളിക്കുന്നു, ഒട്ടും ടാലന്റ് ഇല്ലാത്തവളാണെന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നു. അപ്പോ ഇവിടെ ഒരു ഭാഗം പറയുന്നുണ്ട് ഒനിലിനെ കുറച്ച് മെച്ചുവേർഡ് ആയിട്ട് ബിഹേവ് ചെയ്യായിരുന്നു എന്ന്. വഴക്കാണ് അവിടെ കണ്ടന്റ് ഉണ്ടാക്കലാണ്. ഒരാൾ വന്നിട്ട് മെക്കിട്ട് വരുമ്പോൾ തിരിച്ച് മിണ്ടാതിരിക്കാനൊന്നും പറ്റത്തില്ല. മിണ്ടാണ്ടിരുന്നാലോ ഉറപ്പായിട്ടും പ്രേക്ഷകരും ലാലേട്ടനും മറ്റു കണ്ടസ്റ്റൻസ് എല്ലാവരും പഴം അല്ലെങ്കിൽ വാഴ എന്നുള്ള പേര് വിളിക്കുകയും ചെയ്യും. അപ്പൊ ഇതിനകത്ത് ഒരു വലിയ കണ്ടന്റ് എന്നൊന്നും പറയാനില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ റെന ഫാത്തിമ തന്നെയാണ് അവിടെ മണ്ടത്തരം കാണിച്ചത്. കാരണം അങ്ങോട്ട് കയറി ചെന്ന് ചൊറിഞ്ഞു ആൻഡ് കിച്ചണിലോട്ട് കയറണം എന്ന് പറഞ്ഞു. കിച്ചൺ ടീമാണ് ഡിസൈഡ് ചെയ്യുന്നത് ആരൊക്കെ ടീമായിട്ട് നിൽക്കണം എന്നുള്ളത്. അല്ലാതെ ഒരാൾക്ക് പെർമിഷൻ കൊടുത്ത മറ്റൊരാളൊന്നൊന്നുമില്ല. കിച്ചൺ ടീമിലെ ആൾക്കാർ വന്നിട്ട് ഓക്കെ ചെയ്തു എന്ന് പറയുകയാണെങ്കിൽ ഓക്കെ, അല്ലെങ്കിൽ ഒരു ഹെൽപ്പ് കൊണ്ട് നമ്മുടെ ഇതിലൊക്കെ ഉണ്ടായിരുന്നു. കുറഞ്ഞു വരുന്ന സമയത്ത് ഒരാളും കൂടി കിച്ചൺ ടീമിലേക്ക് വേണം എന്നുള്ള രീതിയിൽ ക്യാപ്റ്റൻ ഗ്രൂപ്പ് തിരിക്കുന്ന സമയത്ത് പറയുമായിരുന്നു. അതാണ് അതിന്റെ ഒരു രീതി. അല്ലാതെ ഇടിച്ചു കയറി ചെന്നിട്ട് എനിക്ക് കിച്ചണിൽ വർക്ക് ചെയ്യണം അല്ലെങ്കിൽ കിച്ചണിൽ കുക്ക് ചെയ്യണം എന്ന് പറയുന്നതിലൊന്നും ലോജിക്കില്ല. അപ്പോൾ ഒനിയിൽ നല്ല രീതിയിൽ ഫൈറ്റ് ചെയ്തു, ഒനിയിൽ നല്ല രീതിയിൽ പ്രൊവോക്ക് ചെയ്തു. എസ്പെഷ്യലി എന്താ പറയാ, അത് പിന്നെ അവസാനം കരച്ചിലായി. പാർട്ട് ഓഫ് ദ ഗെയിം, എല്ലാം പാർട്ട് ഓഫ് ദ ഗെയിം തന്നെയാണ്. ഇപ്പോഴും എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ കണ്ടന്റ് ഉണ്ടാക്കുമ്പോൾ അതൊരു ഹെൽത്തി കണ്ടന്റ് ആണെന്നുണ്ടെങ്കിൽ കേൾക്കാൻ ഒരു രസം ഉണ്ടാവും. അല്ലാതെ പണ്ട് തൊട്ടേ ഉള്ളതാണ് ദോശ കിട്ടിയില്ല തോണ്ടിയപ്പോ നഖം കൊണ്ടു, അല്ലെങ്കിൽ അതൊരു സീസൺ 5 ഉണ്ടായിരുന്നു ചില ആൾക്കാർ ക്യാമറയുടെ മുന്നിൽ ചെന്നിട്ടോ അനാവശ്യമായിട്ട് കണ്ടന്റ് ഉണ്ടാക്കുന്നത്. അതിലൊന്നൊരു ഇതുമില്ല. അവർ കാലത്തെ പ്ലാൻ ആക്കും. ഇന്ന് കണ്ടന്റ് ക്യാമറ നമ്മൾ പോകണം, അപ്പൊ ക്യാമറയുടെ മുന്നിൽ തന്നെ പോയിരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ബഹളം ഉണ്ടാക്കുക. ആദ്യമൊക്കെ ഇത് മനസ്സിലായി പിന്നെ ഇതിനകത്തേക്ക് ഇടപെടാതെ അവരായി അവരുടെ പാടായി എന്നുള്ള രീതിയിലേക്ക് പോയി കാര്യങ്ങൾ. അപ്പൊ അൺനെസസറി ഒരു അൺഹെൽത്തി കണ്ടന്റ് ഉണ്ടാക്കുന്നതിൽ ഒരു കാര്യമില്ല. കാരണം കിച്ചൺ ടീമിൽ ഇതൊക്കെ അറിയുന്ന കാര്യമാണ്. കിച്ചൺ ടീമിലുള്ളവരാണ് ഡിസൈഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ക്യാപ്റ്റൻ ബിഗ് ബോസ് ആണ് ഡിസൈഡ് ചെയ്യുന്നത്. വെറുതെ കയറി ചെന്ന് അങ്ങോട്ട് പറ്റത്തില്ല. അപ്പൊ അതിലെന്തായാലും റെന ചോദിച്ചു വാങ്ങിച്ചു എന്ന് തന്നെ പറയാം. ഈ ഒരു വഴക്കും അവസാനം ഈ കരച്ചിലും കാര്യങ്ങളൊക്കെ ഇറ്റ് വിൽ പാച്ചപ്പ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒനിയിൽ ഈ പറഞ്ഞ മാതിരി അങ്ങനെ ഒരു റിവെഞ്ച് അല്ലെങ്കിൽ ഒരു ഫൈറ്റ് കൊണ്ടു നടക്കുന്ന വ്യക്തിയായിട്ട് എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. ആൾ ഭയങ്കര ട്രാൻസ്പെറന്റ് ആണ്. അപ്പൊ അവര് തീരുമാനിക്കാതെ അങ്ങോട്ട് കയറി ചെന്ന് ഫുഡ് ഉണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെ ശരിയാവണേ? ആകെ മൊത്തം ഇപ്പൊ അങ്ങനെ ഒരു അനക്കം, ഒരു കുലുക്കം അവിടെ റെന ഫാത്തിമയും ഒനിയിലും കൂടെ ഉണ്ടാക്കി അവസാനം അത് കരച്ചില്ല അവസാനിച്ചു.